ദൈവം പറ്റിച്ചു. അവർക്ക് 26 അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ. മലയാളിക്ക് 50-ലധികം അക്ഷരങ്ങൾ തന്നു. പിന്നെ വള്ളി തന്നു, പുള്ളി തന്നു, ചന്ദ്രക്കല തന്നു, കുനിപ്പ് തന്നു, ആകാരം തന്നു, ദീർഘം തന്നു, ടാക്സ് അടയ്ക്കേണ്ടാത്ത വേറെ കുറെ സാധനങ്ങൾ തന്നു. എന്നിട്ടും മലയാളം ഒരു കുഞ്ഞു ഭാഷയായിട്ടിരിക്കുന്നു, ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയായിട്ടിരിക്കുന്നു. ഇതിന് പലപ്പോഴും കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളി തന്നെ മലയാളം ഉപയോഗിക്കാത്തതാണ്. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ സൂര്യന് സൺ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. പക്ഷെ മലയാളത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർക്കൻ ദിവാകരൻ, ജോർജ് ജോസഫ്, മുഹമ്മദ് ക്ലീറ്റസ് എന്ത് പറഞ്ഞാലും സൂര്യൻ തന്നെയാണ്. കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വാക്കില്ല. പക്ഷെ മലയാളത്തിൽ കണ്ണിന് 36-ലധികം പര്യായ പദങ്ങളുണ്ട്. അത്രയധികം പദധാരാളിത്തമുള്ള ഭാഷയാണ് മലയാളം. മാത്രമല്ല മലയാളത്തിന് ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളി തമിഴ്നാട്ടിൽ പോയാൽ തമിഴ് പറയും, ആന്ധ്രയിൽ പോയാൽ തെലുങ്ക് പറയും, കർണാടകത്തിൽ പോയാൽ കന്നഡ പറയും, ചൈനയിൽ പോയാൽ ചൈനീസ് പറയും, ഫ്രാൻസിൽ പോയാൽ ഫ്രാൻസീസും പറയും. പക്ഷേ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേ വരെ ഈ ലോകത്ത് വേറെ ഒരു ഭാഷക്കാരനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത.